Hi, hello, and this is me, your Srikuti Kumar, and welcome back to my channel. അപ്പോൾ നമുക്ക് പാർട്ട് 2 ഗെറ്റ് റെഡി വിത്ത് മീ ഓണം ലുക്കിലേക്ക്. അങ്ങനെ വീണ്ടും ഞാനൊരു ഓണം ഗെറ്റ് റെഡി വിത്ത് മീ ലുക്കുമായിട്ട് വരാൻ പോവാണ്. കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇത്തവണ കുറച്ചും കൂടി ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. കഴിഞ്ഞ തവണ പക്കാ ട്രഡീഷണൽ ആയിരുന്നു. പിന്നെ പ്രൊഡക്ട്സുകൾ കുറച്ച് ഇത്തവണ ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള കുറച്ച് പ്രൊഡക്ട്സുകളൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. ഇത്തവണ ഞാൻ 2-3 പ്രൊഡക്ട്സുകൾ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എനിക്കങ്ങനെ ഒരുപാട് മേക്കപ്പ് ചെയ്തൊരു ലുക്ക് വലിയ താല്പര്യമില്ല. എപ്പോഴും ഇങ്ങനെ സട്ടിലായിട്ടുള്ള മേക്കപ്പാണ് ഇഷ്ടം. ലിപ്സ്റ്റിക്ക് കുറച്ച് ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഡസ്കി സ്കിന്നായ കാരണം കൊണ്ട് കുറച്ച് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഭയങ്കര ഒരു കുട്ടി ഫീലായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രൊഡക്ട്സുകളും ഭയങ്കര മിനിമലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരു മേക്കപ്പ് ലുക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലേക്ക് പ്രൊഡക്ട്സിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഒക്കെ കൂട്ടി നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വളരെ മിനിമലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓണം ഗെറ്റ് റെഡി വിത്ത് മീ പാർട്ട് 2ലേക്ക് പോവാം അല്ലേ. യെസ്, മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഒരു ബേസിക് സ്കിൻ കെയർ ചെയ്തതിന് ശേഷം നിങ്ങൾ മേക്കപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് പാർട്ട് 2 ഗെറ്റ് റെഡി വിത്ത് മീ ഓണം ലുക്കിലേക്ക്. പ്രൊഫഷണൽ അല്ലെങ്കിൽ കയ്യിലുള്ളതൊക്കെ വെച്ച് അത്യാവശ്യം നീറ്റായിട്ട് മേക്കപ്പ് ചെയ്യാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചോയ്സ് എൻ്റെ പോയിട്ടുള്ളത് എൻ്റെ കണ്ണിലേക്കാണ്. ഡാർക്ക് സർക്കിൾ ഉള്ള കാരണം കൊണ്ട് ഞാനൊരു LA ഗേളിൻ്റെ പ്രോ കൺസീൽ ഓറഞ്ച് കളർ കറക്റ്റ് വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മാസ്ക് ചെയ്യാണ് ഡാർക്ക് സർക്കിൾ. അതിനുശേഷം മെബ്ലൈൻ്റെ കൺസീലർ ഷെയ്ഡ് 50 കഫേ എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് അത് വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഹൈഡ് ചെയ്യണം. അപ്പോൾ തന്നെ നല്ല ഫിനിഷിങ് കിട്ടും. നിങ്ങൾക്ക് അധികം ഡാർക്ക് സർക്കിൾ ഇല്ലെങ്കിൽ നിങ്ങൾ കളർ കറക്റ്റർ അധികം യൂസ് ചെയ്യണം നിർബന്ധമില്ല. അതിനുശേഷം ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ 925 ഫൗണ്ടേഷനാണ്. ഷെയ്ഡ് കൂൾ കൊക്കോ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. അടിപൊളിയാണ്. സാധാരണ രീതിയിൽ നമ്മൾ ഫൗണ്ടേഷൻസ് ചൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ സ്കിന്നിനേക്കാളും കുറച്ചൊന്ന് ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് യൂസ് ചെയ്യായിരിക്കും നല്ലത്. ഒരുപാടല്ല, എന്നാലും കുറച്ചും കൂടി ഒരു സ്റ്റെപ്പ് ലൈറ്റായിട്ടുള്ളത് യൂസ് ചെയ്യായിരിക്കും നല്ലത്. പക്ഷേ എനിക്ക് യൂസ് ചെയ്യുമ്പോൾ എൻ്റെ കണ്ണിന് ഓൾറെഡി ഡാർക്ക് സർക്കിൾ ഉള്ളതുകൊണ്ട് ഞാൻ കണ്ണിലേക്ക് ഒരുപാട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് രീതിയിലേക്ക് നിൽക്കുന്ന കാരണം കൊണ്ട് കുറച്ചുകൂടി ബ്ലെൻഡ് ആവുന്ന രീതിയിലുള്ളൊരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്കിത് ഭയങ്കരമായിട്ട് എന്താ പറയുക സ്യൂട്ടബിൾ ആയിട്ടങ്ങ് തോന്നാറുണ്ട് എൻ്റെ സ്കിന്നിൽ. കുറച്ച് മാറ്റ് ഫിനിഷാണ്, അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർക്ക് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ശേഷം മെബ്ലൈൻ്റെ ഫിറ്റ് മീ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് നന്നായിട്ട് ഫേസും ഐയും നെക്കും ഒക്കെ കൂടി ഒന്ന് സെറ്റ് ചെയ്യായിരുന്നു. ഇതും കുറച്ച് മാറ്റ് ഫിനിഷാണ്. മിക്കവാറും മെബ്ലൈൻകാർ എന്നെ പിടിച്ച് ബ്രാൻഡ് അംബാസിഡർ ആക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് മേക്കപ്പ് ലുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒരു ന്യൂഡ് ലുക്കാണ് ഇഷ്ടം. അതിനുശേഷം ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചൊരു ലിക്വിഡ് ഐ ഷാഡോ ഉണ്ട്. വലിയ ഗുണമൊന്നുമില്ല, എന്നാലും കണ്ടപ്പോൾ എനിക്കിത് ട്രൈ ചെയ്യാമെന്ന് തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇടുമ്പോഴുള്ളൊരു ഇതുണ്ട്, അത് എൻ്റെ ഐൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിയില്ല, കുറച്ച് ഡാർക്ക് സർക്കിൾ ഉള്ള കാരണം കൊണ്ട്. അതിനുശേഷം മെബ്ലൈൻ്റെ ഒരു ഗ്ലോസി ഐലൈനർ വെച്ച് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുകയാണ്. ഞാൻ ഐലൈനർ എഴുതുമ്പോൾ ഉള്ളിലേക്കും ഇന്നർ കോർണറിലേക്കും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ തന്നെ കണ്ണ് കുറച്ച് ബിഗായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ദെൻ നമ്മുടെ മെബ്ലൈൻ്റെ തന്നെ കാജൽ കൊളോസൽ സ്റ്റിക്കാണിത്. അടിപൊളിയാണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, സ്മഡ് പ്രൂഫാണ്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഐ ഭയങ്കര ഒരു ബിഗ് സൈസ് ആയ പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്നതിന് മുൻപും ഇപ്പോൾ ഐ മേക്കപ്പ് ചെയ്തതിന് ശേഷം നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും തോന്നുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പുരികൊന്നും വലിയ സെറ്റാക്കിയിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ കല്യാണമുള്ള കാരണം കൊണ്ട് അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ദെൻ അത് ലാക്വി ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പെൻസിൽ ബ്രൗൺ ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്, ബ്രൗൺ കളറാണ്. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ലിപ്പ് ലൈനറും ലാക്വി ബ്യൂട്ടിയുടെ തന്നെ ലിപ്പ് ലൈനറാണ്, ഒരു മറൂൺ ഷെയ്ഡാണത്. വെച്ച് നന്നായിട്ട് ലിപ്പ് വരച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക്കിന് കുറച്ചും കൂടി ഒന്ന് നല്ല ഫിനിഷിങ് കിട്ടും നമ്മുടെ ലിപ്പിൽ. ദെൻ ഓൾ ടൈം ഫേവറേറ്റ് നൈഗ്ലാമിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് ഡ്രൈ ആണ് കേട്ടോ. കുറച്ചിട്ടാൽ മതി, ഒരുപാട് നേരം നമ്മൾ കുളിച്ചില്ലെങ്കിൽ ഒരാഴ്ച വരെ വേണമെങ്കിൽ ഇത് ലാസ്റ്റ് ചെയ്യും. അത്രയ്ക്ക് അടിപൊളിയാണ് ഇതിൻ്റെ ലാസ്റ്റിംഗ് പവർ. നല്ല ഷെയ്ഡാണ്, ഷെയ്ഡ് അടിപൊളിയാണ്. എനിക്ക് ഡസ്കി സ്കിന്നുകാർക്കൊക്കെ നന്നായിട്ട് ചേരുന്നൊരു ഷെയ്ഡാണ്. അതിനുശേഷം വലിയൊരു പൊട്ടൊക്കെ വെച്ച് ഒരു മെറൂൺ പൊട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. ഹെയർ ഞാൻ വാഷ് ചെയ്തിട്ടൊന്നുമില്ല, ഷാമ്പു ഇടാത്ത കാരണം കൊണ്ട് കുറച്ചൊന്ന് സ്റ്റിക്കി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം.
ദെൻ ഒന്ന് സെൻറ്റർ പാർട്ടീഷൻ എടുത്തു. ഈ ഒരു കോംബ് അടിപൊളി കോംബാണ് കേട്ടോ. എനിക്ക് ഹെയർ ഒന്നും അങ്ങനെ പൊട്ടുന്നത് പോലെ ഫീൽ ചെയ്യുന്നില്ല ഇത് വെച്ച് കോംബ് ചെയ്യുന്നത്. റൂട്ട്സിൻ്റെയാണ്, റൂട്ട്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ കോംബാണ്, അടിപൊളിയാണ്. ഞാൻ ഇന്നൊരു ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈലാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ പാർട്ടീഷൻ എടുത്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് മൊത്തത്തിലുള്ളൊരു മുടി കുറച്ച് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പിരിച്ച് വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നും ഞാൻ സ്ലൈഡ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളൊന്ന് ബംപ് ചെയ്ത് കൊടുക്കുമ്പോഴേ, അതായത് നമ്മൾ സാധാരണ നമ്മുടെ അമ്മമാർ ചെയ്യുന്നത് പോലെ വെറുതെ മുടി മുകളിലേക്ക് കയറ്റി വെച്ച് സ്ലൈഡ് കുത്തുന്നതിന് പകരം നമ്മൾ അങ്ങനെ ജസ്റ്റ് പിരിച്ച് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് മുകളിലേക്ക് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു ഹമ്പ് പോലെ നിൽക്കും. അത് നല്ലതാണ്, നമ്മുടെ ഫേസ് കുറച്ച് ഒരുപാട് അങ്ങനെ ഒട്ടി നിൽക്കത്തില്ല. അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും അങ്ങനെ ചെയ്തു. ഇതാണ് ഫൈനലി ഉള്ള ലുക്ക്. ഞാൻ സെൻറ്ററിലുള്ള രണ്ട് മുടികളും ഞാൻ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ സെൻറ്റർ അവിടെ തന്നെ നിൽക്കും, സൈഡിൽ നിന്ന് ലൈക്ക് ഇതുപോലത്തെ ഒരു ഫീൽ വരും. ഞാൻ മുടി നന്നായിട്ടൊന്ന് പ്ലീറ്റ് ചെയ്യാണ്. പ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും പ്ലീറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് കുറേ മെടച്ചിലുണ്ടല്ലോ, 3 മെട 4 മെട അങ്ങനെ. നന്നായിട്ടൊന്ന് മെടഞ്ഞിട്ട് ഞാനൊരു യെല്ലോ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഹെയർ ലുക്ക് എന്ന് പറയുന്നത്. സെൻറ്ററിൽ കുറച്ച് ഹെയറൊക്കെ ഒന്ന് മുകളിലേക്ക് ഇട്ടു. നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഇത് ഒരു മുല്ലപ്പൂ ഡമ്മി ഫ്ലവറാണ്. ഇത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒന്നും പോയിട്ട് മുല്ലപ്പൂ ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല കേസ്. അപ്പോൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതുപോലൊരു മുല്ലപ്പൂ ഞാൻ വാങ്ങിച്ചു വെച്ചതല്ല, സത്യം പറഞ്ഞാൽ എനിക്കൊരു സാരിയുടെ കൂടെ അവർ ഫ്രീ ആയിട്ട് തന്നതാണ്. എനിക്കത് ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് പറയാം. ഇതെൻ്റെ ഫേവറേറ്റ് കമ്മലാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസ് മാത്രം ഇട്ടാൽ മതി, വേറെ നെക്കിലേക്ക് ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട, അത്രയ്ക്ക് അടിപൊളിയാണ്. ഈ ഒരു സെറ്റ് മുണ്ടാണ് ഞാൻ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സെറ്റ് മുണ്ടിൻ്റെ കൂടെ ഞാൻ പെയർ ചെയ്യുന്നത് അജ്രക്കിൻ്റെ ഒരു സ്ലീവ്ലെസ് ബ്ലൗസാണ് വിത്ത് ബോട്ട് നെക്ക്. എനിക്ക് എന്തോ ഇങ്ങനത്തെ ടൈപ്പ് കട്ടിക്കര, മുല്ലോത്ത് കട്ടിക്കര സെറ്റ് മുണ്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ പല കളേഴ്സ് ട്രൈ ചെയ്യാറുണ്ട്. എൻ്റെ കയ്യിലൊരു 3-4 ഉണ്ട് ഈ ടൈപ്പ് തന്നെ. അപ്പോൾ ഞാനതൊക്കെ വെച്ച് സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എന്തോ എനിക്ക് ഇങ്ങനെ ഇഷ്ടമാണ്. എനിക്ക് കസവ് അത്ര അങ്ങോട്ട് താല്പര്യമില്ല, എന്നാലും ഞാൻ വെയർ ചെയ്യാറുണ്ട്. എനിക്കിപ്പോഴും ഇതുപോലുള്ള ഷൂട്ടുകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അമ്മേനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം അമ്മയാണ് എനിക്ക് സെറ്റ് മുണ്ട് സെറ്റ് സാരി കൊടുപ്പിച്ചിരുന്നത്. പുള്ളിക്കാരെ അടിപൊളിയായിട്ട് കൊടുത്തരും. മാത്രമല്ല എന്തെങ്കിലും ഷൂട്ടോ ഫംഗ്ഷനൊക്കെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപേ തന്നെ സാരിയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു മേക്ക് ഓവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ പാർട്ട് 2 ലുക്കാണ്. അപ്പോൾ അടുത്തൊരു ഡിഫറെൻറ്റ് ലുക്കുമായിട്ട് ഞാൻ വരും. ഈ ഒരു ലുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സ്ലീവ്ലെസ് ആണ് ബ്ലൗസ്, അതുപോലെ തന്നെ അക്സസറീസ് എല്ലാം ഓക്സിഡൈസ്ഡ് ജുവൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹെയർ ആണെങ്കിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ കുറച്ചും കൂടി വേറൊരു ഡിഫറെൻറ്റ് ലുക്കായിട്ട് ഞാൻ വരും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, സ്റ്റേ ട്യൂൺ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡസ്കി സ്കിന്നുകാർക്ക് പറ്റുന്ന ആപ്റ്റായിട്ടുള്ള ഒരു മേക്ക് ഓവർ ലുക്കും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നത് ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റേഴ്സിനെയോ അല്ലെങ്കിൽ വൈഫിനോ അമ്മയ്ക്കൊക്കെ ഇത് അയച്ചു കൊടുക്കാം. നിങ്ങൾ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോ നിങ്ങൾക്കോ ഇതുപോലൊരു മേക്ക് ഓവർ ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ബെല്ലൈക്കൺ ടാപ്പ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക ഫീഡ്ബാക്സുകൾ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നല്ലതാണെങ്കിലും എന്തെങ്കിലും സജഷൻസ് ആണെങ്കിലും എല്ലാം ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പ്രൊഫഷണലി ഞാൻ ഡോക്ടറാണ്. പാഷനേറ്റ്ലി എനിക്ക് ഇതുപോലെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ടൈം കണ്ടെത്തിയിട്ട് ഞാൻ എന്നെ ഹാപ്പി ആക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. സോ നിങ്ങൾക്കും അതുകൊണ്ട് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സജഷൻസ് കമൻസിൽ പറയുകയാണെന്നെങ്കിൽ ആ രീതിയിലൊക്കെ ഞാൻ ട്രൈ ചെയ്യാൻ ശ്രമിക്കാം. കുറച്ച് ഡിലേ ആവുന്നുള്ളൂ, കാരണം ഡ്യൂട്ടി സമയം അല്ലാത്തതൊക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. സോ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. സോ എല്ലാവരുടെയും ഓണം പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളി ആവട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. ബൈ.